ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മുനമ്പം ജനത അതിജീവനത്തിനായി നടത്തുന്ന സമരവും അതുപോലെ തന്നെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ കേരളത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കത്തോലിക്ക സഭയാണ് ഈ സമരത്തിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയെ അടിച്ചാക്ഷേപിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനുമായിട്ട് ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ ചില പ്രത്യേക വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ നടത്തുന്ന ചെറിയ പത്രങ്ങളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂസ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണെന്നും കത്തോലിക്ക സഭ വൻതോതിൽ ഭൂമി കയ്യേറിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളെ പൊതുജന സമക്ഷത്തിൽ ഉന്നയിക്കുകയും ധാരാളം ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ അവസരത്തിൽ വസ്തുത എന്താണ് എന്നതിനെ ഒന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അനിൽ മുഹമ്മദ് അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് 17.29 കോടി ഏക്കർ സ്ഥലം കൈവശമായിട്ട് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു പ്രസ്താവനയാണ്. വസ്തുതയ്ക്ക് മാത്രമല്ല, സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഒരു പ്രസ്താവനയാണിതെന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 81 കോടി ഏക്കർ സ്ഥലമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 96 ലക്ഷം ഏക്കർ സ്ഥലം മാത്രമാണ്. അപ്പോൾ 17.29 കോടി ഏക്കർ സ്ഥലം കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏതാണ്ട് 18 ഇരട്ടി സ്ഥലം സഭയുടെ കൈവശമാണെന്നും, അല്ലെങ്കിൽ ഇന്ത്യയുടെ 1/4 സ്ഥലം കത്തോലിക്ക സഭയുടെ കൈവശമാണ് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആർക്കും ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഈ ആരോപണം തെറ്റാണ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം കത്തോലിക്ക സഭയുടെ വസ്തുവകകളെ കണക്കാക്കിയെടുക്കുക പ്രയാസകരമാണ് എന്നുള്ളതാണ്. വഖഫിൻ്റെ വസ്തുവകകളെ കണക്കാക്കിയെടുക്കുക വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടികളാണ്. എന്നാൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യയിൽ തന്നെ കത്തോലിക്ക സഭയ്ക്ക് 174 രൂപതകളുണ്ട്. ഈ രൂപതകൾക്ക് എല്ലാമായിട്ട് 10,000-ലധികം ഇടവകകളുണ്ട്. അതുപോലെ തന്നെ ധാരാളം സന്യാസ സമൂഹങ്ങൾ, ഏതാണ്ട് 1000-ഓളം സന്യാസ സമൂഹങ്ങൾ ഇന്ത്യയിലുണ്ട്. അവർക്ക് നിരവധി മഠങ്ങളും ആശ്രമങ്ങളും ഒക്കെ അവരുടെ ബ്രാഞ്ചുകളായിട്ട് നിരവധിയുണ്ട്. ഇവരെല്ലാം കൂടി നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതാണ്ട് 1 ലക്ഷത്തോളം സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. 50,000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഈ വസ്തുവകകളെല്ലാം ഈ സ്ഥാപനങ്ങളുടെയും സന്യാസ സമൂഹങ്ങളുടെയും ഇടവകളുടെയും ഒക്കെ രൂപതകളുടെയും ഒക്കെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. അല്ലാതെ ഇവയെല്ലാം കൂടി ഒരു ഒറ്റ മാനേജ്മെൻറ്റിൻ്റെ കീഴിലല്ല, സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കണക്കാക്കിയെടുക്കുക വളരെ പ്രയാസകരമാണ്. ഈ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും എല്ലാം തന്നെ പേരുകളെ തന്നെ കണക്കുകൂട്ടി ഒരു ഡയറക്ടറി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസകരമാണ്. അപ്പോൾ ഇതിൻ്റെ വസ്തുവകകളെ കണക്കാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിലും വളരെ പ്രയാസകരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട്, ഇവരുടെ ഈ കണക്കാക്കിയ മാനദണ്ഡത്തിലെ ഒരു വ്യത്യാസം കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. വഖഫിൻ്റെ പ്രോപ്പർട്ടി മാത്രമാണ് അത് കണക്കാക്കുന്ന പോലെയല്ല കത്തോലിക്ക സഭയുടെ വസ്തുവകകൾ കണക്കാക്കുന്നത് എന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. കത്തോലിക്ക സഭയുടെ വസ്തുവകകൾ ഇവർ കണക്കാക്കാൻ ഉപയോഗിച്ച മാനദണ്ഡമാണ് എങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ വസ്തുവകകളും കണക്കാക്കണം. വഖഫിൻ്റെ കയ്യിലുള്ള വസ്തുവകകൾ മാത്രമല്ലാതെ പല മോസ്കുകൾക്കും മദ്രസകൾക്കും ഒക്കെ സ്വന്തമായിട്ട് സ്ഥലങ്ങളുള്ള, അല്ലെങ്കിൽ മറ്റ് അഡ്മിനിസ്ട്രേഷനിലുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമുദായത്തിന് ധാരാളമായിട്ടുണ്ട്. അവയെല്ലാം കൂടി കണക്കാക്കിയാൽ തീർച്ചയായിട്ടും ഇതിലും വലിയൊരു സംഖ്യയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത് പറയാനായിട്ട് കാരണം പ്രധാനമായിട്ടും ശ്രീ അനിൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, വഖഫിൻ്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന രജിസ്റ്റർ അനുസരിച്ച് വഖഫിന് നിലവിലെ 8,65,000 പ്രോപ്പർട്ടികൾ നിലവിലുണ്ട്. ഇനി 3,50,000-ഓളം പ്രോപ്പർട്ടികൾ മുനമ്പം പോലെയുള്ള ഇത് അവർക്ക്
കൈവശപ്പെടുത്തി എടുക്കാനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പ്രോപ്പർട്ടികളുടെ എണ്ണമാണ്, ഏക്കറിൻ്റെ അളവല്ല പറയുന്നത്. നമ്മൾ ഓർക്കണം, മുനമ്പം എന്ന് പറയുന്ന ഒരൊറ്റ വസ്തു തന്നെ 404 ഏക്കർ സ്ഥലമാണ് അവരവിടെ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ 8,60,50,000 നിലവിൽ കയ്യിലുള്ള പ്രോപ്പർട്ടികളുടെ മുഴുവനും വിസ്തീർണം കണക്കാക്കിയാൽ അത് എത്ര ഏക്കർ വരും? പല സ്ഥലങ്ങളും മധ്യത്തിലാണ്. ഡൽഹി പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഒക്കെ തന്നെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ വഖഫിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അവയുടെ ആസ്തി നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വഖഫിൻ്റെ ഭൂമി വഖഫ് എന്ത് ചെയ്യുന്നു? കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഭൂമി കത്തോലിക്ക സഭ എന്ത് ചെയ്യുന്നു? ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. വഖഫിൻ്റെ കൈവശമുള്ള ഭൂമി അവരവരുടെ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. മോസ്കുകളെ, മദ്രസകളെ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കെട്ടിടങ്ങളെ, പിന്നെ അവയ്ക്ക് വരുമാനം ഉണ്ടാക്കുന്ന ചില വാണിജ്യ സ്ഥാപനങ്ങളെ, ഇവയൊക്കെയാണ് വഖഫിൻ്റെ പ്രോപ്പർട്ടിയിൽ നിലനിൽക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ വസ്തുവകകൾ കത്തോലിക്ക സഭ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സഭ നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ, എത്ര ആയിരക്കണക്കിന് കാരുണ്യ ഭവനങ്ങൾ ഇന്ത്യയിൽ നടത്തി വരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ 100 കാരുണ്യ ഭവനങ്ങളുണ്ട്. അനാഥരായവരെ, വൃദ്ധരായവരെ, ഭിന്നശേഷിക്കാരെ, മാനസിക വൈകല്യങ്ങളുള്ളവരെ, ഇങ്ങനെയുള്ളവരെയൊക്കെ സംരക്ഷിക്കുന്ന ധാരാളം അനാഥാലയങ്ങളും കാരുണ്യ സങ്കേതങ്ങളും സഭ ഈ ഭൂമിയിൽ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യ മുഴുവൻ 50,000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. അതുപോലെ തന്നെ ആതുരാലയങ്ങൾ ധാരാളമായിട്ട് നടത്തുന്നു. ഇവയെല്ലാം സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന സ്ഥാപനങ്ങളല്ല. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ആർക്കൊക്കെ ആവശ്യങ്ങളുണ്ടോ അവർക്കെല്ലാവർക്കും സമീപിക്കാവുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് കത്തോലിക്ക സഭ നടത്തി വരുന്നത്. നമ്മുടെ സഭയുടെ ഭൂമികൾ മതപരമായ ചുറ്റുപാടുകളിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ആണ് നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. പിന്നീട് ആ വീഡിയോയിൽ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ബ്രിട്ടീഷുകാർ കത്തോലിക്ക സഭയ്ക്ക് ധാരാളം ഭൂമി ദാനമായിട്ട് നൽകി. ആ ഭൂമി കത്തോലിക്ക സഭ കൈവശം വയ്ക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. കത്തോലിക്ക സഭയുടെ കയ്യിലെ സഭാംഗങ്ങളെ അധ്വാനിച്ചുണ്ടാക്കിയത് അവർ ദാനമായിട്ട് നൽകിയ വസ്തുവകൾ മാത്രമാണുള്ളത്. അല്ലാതെ ആരുടെയെങ്കിലും പിടിച്ചെടുത്തോ കയ്യേറിയോട്ടുള്ള വസ്തുവകളില്ല. ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളായിരുന്നു എന്നതിൻ്റെ പേരിലാണ് അവർ ഇപ്രകാരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഇവർക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ബ്രിട്ടീഷുകാരെ ക്രിസ്ത്യാനികളായിരുന്നെങ്കിലും പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. അവരെ കത്തോലിക്ക സഭയുമായിട്ട് വളരെയധികം ശത്രുതയിലുള്ള ഒരു വിഭാഗമായിരുന്നു, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. ഇപ്പോൾ പോലും അവരുടെ ഭരണഘടന പ്രകാരം ഒരു കത്തോലിക്കന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്രമാത്രം അവർ കത്തോലിക്ക സഭയുമായിട്ട് വിരോധം പുലർത്തിയിരുന്ന ഒരു സമൂഹമാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർ. അപ്പം അതുകൊണ്ട് തന്നെ അവർ കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് മാത്രമല്ല, കത്തോലിക്ക സഭയുടെ കൈവശമുള്ള വസ്തുവകകൾ പിടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുള്ള എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ തെളിവുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ഈ നാട്ടിൽ തന്നെ പല പ്രധാനപ്പെട്ട പള്ളികളും ബ്രിട്ടീഷുകാരെ, പ്രത്യേകിച്ച് കേണൽ മൺട്രോ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ദിവാനും പ്രസിഡന്റുമായിരുന്ന സമയത്ത് പിടിച്ചെടുത്ത് മറ്റ് ഒരു സഭയ്ക്ക് നൽകിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചില പള്ളികളെ ആളുകൾ പ്രക്ഷോഭം നടത്തി തിരികെ നമ്മുടെ കൈവശം വന്നിട്ടുള്ള കത്തോലിക്ക സഭയ്ക്ക് തിരികെ കിട്ടിയിട്ടുള്ള പള്ളികളുണ്ട്. അവയൊക്കെ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളി, ആലപ്പുഴ പഴവങ്ങാടി പള്ളിയൊക്കെ പ്രകാരം ആളുകളെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നടത്തി കത്തോലിക്ക സഭയിലെ ചോര ചിന്തി കത്തോലിക്ക സഭയെ നിലനിർത്തിയിരിക്കുന്ന പള്ളികളാണ്. പ്രകാരം കത്തോലിക്ക സഭയോട് വളരെയധികം ദ്രോഹം ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് ബ്രിട്ടീഷുകാർ. അല്ലാതെ ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് കത്തോലിക്ക സഭയിലേക്ക് സഹായങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ വീഡിയോയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണവും കൂടി 1927 ചർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം കത്തോലിക്ക സഭയ്ക്ക് ധാരാളം ഭൂമി ബ്രിട്ടീഷുകാരെ നൽകിയെന്നുള്ളതാണ്. എന്നാൽ ഈ ആക്ട് കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇംഗ്ലണ്ടിലെ ചർച്ചായ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ മിഷണറി പ്രവർത്തനമായിട്ട് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ക്രൈസ്തവ സമൂഹങ്ങളെ ആ സഭയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറ്റി സ്വതന്ത്ര സഭകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആക്റ്റാണ്.
അത് പ്രകാരമാണ് പിന്നീട് CSI CNI സഭകളൊക്കെ ഈ നാട്ടിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതേസമയം കത്തോലിക്ക സഭയ്ക്ക് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭൂമികൾ 1960 കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകുകയാണ് ഉണ്ടായത്. മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ സർക്കാരിന് വിട്ടു നൽകിക്കൊണ്ട് സഭ സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യസ്നേഹവും കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ കാലത്തും ഈ സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മയ്ക്ക്, പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന കത്തോലിക്ക സഭയെ ഇപ്പോഴും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. മുൻപത്തെ ജനതകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇപ്രകാരമുള്ള അധിക്ഷേപങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളിലൂടെ സഭയെ അധിക്ഷേപിക്കുന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇപ്രകാരമുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് മാത്രമല്ല, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ വൈദികരെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അദ്ദേഹം ഇത് ആദ്യമായിട്ട് നടത്തുന്ന ശ്രമമല്ല. വിഴിഞ്ഞൻ സമരത്തിന് നേതൃത്വം നൽകിയ വൈദികരെ അദ്ദേഹം ഇപ്രകാരം വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം വീണ്ടും ഇവിടെ മുനമ്പത്തും വന്ന് അദ്ദേഹം തൻ്റെ പ്രസ്താവനകളെ ആവർത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിലെ ഭരണാധികാരിയാണ് എന്ന കാര്യം അദ്ദേഹം മറന്നു പോകുകയാണ്. ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 18 മാസമായിട്ട് അദ്ദേഹം കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് പുറത്തു വിടാൻ തയ്യാറാകാതെ അത് അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യതയോടുകൂടി കാണുന്ന, സമഭാവനയോടുകൂടി വീക്ഷിക്കുന്ന ഒരു മനോഭാവമാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ പക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്രകാരമുള്ള സ്വജനപക്ഷപാതം ഒരിക്കലും ഒരു ശരിയായ ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്ന വസ്തു കൂടി അവസരത്തിൽ ഓർപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചാലും കത്തോലിക്ക സഭ എപ്പോഴും നീതിയോടൊപ്പം നിൽക്കും. നീതിയുടെ പോരാട്ടത്തിൽ മുനമ്പം ജനതയ്ക്കും അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ അനീതിപരമായിട്ട് ആളുകൾ നേരിടുന്നുണ്ടോ ആ ആളുകളോടൊപ്പം എന്നും കത്തോലിക്ക സഭ ഉണ്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. മുനമ്പം ജനതയ്ക്ക് എല്ലാ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു.